പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 5:19 തിരുവചനം പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. നാം ദൈവത്തെയും ദൈവപുത്രനായ യേശുവിനെയും ദൈവത്തിൻ്റെ വചനത്തെയും നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിശ്വസിക്കാത്തവരായി ധാരാളം വ്യക്തികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സാത്താൻ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമാകുന്നില്ല. റോമ 1:16 സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. എന്നാൽ അവിശ്വാസികൾക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും സാത്താൻ അന്ധമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വചനം ഹൃദയത്തിൽ വസിക്കാത്തത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5:38 തിരുവചനം പറയുന്നു, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അഹങ്കാരവും അസൂയയും വിദ്വേഷവും വെറുപ്പും ദുഷ്ടചിന്തകളും കൊണ്ട് സാത്താൻ അവിശ്വാസികളുടെ ഹൃദയത്തെ നിറച്ചിരിക്കുകയാണ്. ഇവയെല്ലാം മനുഷ്യനെ അശുദ്ധരാക്കി മാറ്റുകയാണ്. അഹങ്കാരിക്ക് ദൈവവചനം സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. എളിമപ്പെടാതെ പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കുവാനും സാധിക്കുകയില്ല. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4:14 വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ നിന്ന് വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിഷ്യന്മാർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവർക്ക് അത് ഉപമകൾ വഴിയാണ് യേശുനാഥൻ നൽകിയത്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ വിതക്കാരൻ്റെ ഉപമയുടെ വിശദീകരണം നൽകുന്നുണ്ട്. ദൈവമായ കർത്താവ് വചനമായ വിത്ത് മനുഷ്യഹൃദയങ്ങളിലേക്ക് വിതയ്ക്കുകയാണ്. മനുഷ്യഹൃദയങ്ങളുടെ അവസ്ഥകൾ വ്യത്യസ്തങ്ങളാണ്. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ നിന്ന് വിതയ്ക്കപ്പെട്ട വചനം എടുത്ത് നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. ചിലർ വചനം കേൾക്കുന്നു, വചനം ഇഷ്ടപ്പെടുന്നു, പക്ഷെ വചനത്തെ പ്രതി ക്ലേശങ്ങളും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോകുന്നു. ഇവരാണ് പാറപ്പുറത്ത് വീണ വിത്ത്. വചനമനുസരിച്ച് ജീവിക്കാമെന്ന് തീരുമാനമെടുക്കുമെങ്കിലും അവ പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിയുന്നില്ല. വചനത്തിനു വേണ്ടി സഹനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും വചനം പറയുമ്പോൾ ഇത്തരം ആളുകൾക്ക് അത് സാധിക്കുകയില്ല. സാത്താൻ ഇവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുകയാണ്. വചനം ഹൃദയത്തിൽ തങ്ങുന്നുമില്ല. ചിലരുടെ ഹൃദയം മുൾച്ചെടിയിൽ കൊണ്ട് നിറഞ്ഞതാണ്. ധനത്തിൻ്റെ ആകർഷണവും പാപചിന്തകളും സ്വാർത്ഥതയും ലൗകിക വ്യഗ്രതയും ഈ ലോകവസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹവും വചനത്തെ ഞെരുക്കിക്കളയുകയാണ്. അതുകൊണ്ട് വചനം ഫലശൂന്യമായി പോകുന്നു. ഇതെല്ലാം സാത്താൻ തരുന്ന പ്രലോഭനങ്ങളാണ്. ചിലരുടെ ഹൃദയം വചനത്തെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളതായിരിക്കും. കളകളും മുൾച്ചെടികളും മാറ്റി ഹൃദയത്തെ
എളിമയും വിശുദ്ധിയിലും കാത്തു സൂക്ഷിച്ച് വചനം സ്വീകരിക്കുമ്പോൾ അത് നല്ല നിലത്ത് വീണ വിത്തായി മാറും. 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഹൃദയം ഈ 4 ഹൃദയങ്ങളിൽ ഏതാണെന്ന് നാം മനസ്സിലാക്കണം. വചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി എളിമപ്പെട്ട് ആഗ്രഹത്തോടെ വചനം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് 100 മേനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.